ചേട്ടാ ആന ഇടഞ്ഞതല്ല. ആന ഇടഞ്ഞാ മയക്കൂടി വെച്ചെങ്കിലും തറക്കാം. പ്രസന്ന ഇടഞ്ഞു വരുവാ. പ്രസന്ന വന്നിട്ടാ പണിയാണ്. എത്ര നേരവും ഞാൻ വിളിക്കുന്നേ? പ്രസന്ന എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? മുന്നറിയിപ്പും പറഞ്ഞോട്ട് വരാൻ വേണ്ടി ഞാൻ പ്രകൃതി ദുരന്തമൊന്നല്ല. പ്രകൃതി അല്ലെങ്കിലും ദുരന്തമാണല്ലോ. അല്ല, ദുരന്തോ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടെന്ന് പറയുവാ. നീ അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. നീ അങ്ങനെയല്ല പറഞ്ഞത്, നീ ദുരന്തോന്ന് തന്നെയാണ് പറഞ്ഞത്. ചേച്ചി ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ നീ കൂടുതൽ കിടന്ന് ഉരുളല്ലേ, ഞാൻ കേട്ടതാണ് ദുരന്തോന്നാണ് നീ പറഞ്ഞത്. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ദുരന്തം എന്ന് പറയാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ? അങ്ങനെയാണോ ഇവിടെ നാട്ടിലൊക്കെ പെണ്ണുങ്ങളുടെ അടുത്ത് പറയണത്? ഒന്ന് നിർത്തിയേ. അതൊന്നും പറ്റത്തില്ല. ഇവിടെ ഒരു പെണ്ണ് നിൽക്കുമ്പോ വേറൊരു പെണ്ണിനെ നോക്കി ഒരു പുരുഷൻ ദുരന്തം എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കൂല. നിങ്ങൾ ആരെങ്കിലും ദുരന്തം എന്ന് വിളിച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്നെ വെടിക്കെട്ട് തുടങ്ങി, അത് ജനങ്ങൾക്ക് കേൾക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും എന്തൊരു കഷ്ടം ഇത്. നീ അധികം വർത്താനം പറയണ്ട. ഇവര് തമ്മിലേ കെട്ടാൻ പോണതാണ്. പിന്നെ നിനക്കെന്താണ്? കെട്ടാൻ പോവേണ അന്ന് പിന്നെ കേട്ടോട്ടാ, കുഴപ്പമില്ല. അനുഭവിച്ചോ. എന്റെ കാര്യത്തിൽ എന്താ തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിങ്ങളുടെ പേരും പറഞ്ഞ് എന്റെ അമ്മേന്റെ അടുത്തുനിന്ന് വഴക്കിട്ട ഇങ്ങോട്ട് പോന്നേക്കുന്നേ. ഇപ്പൊ എന്നെ കെട്ടിയില്ലെങ്കിൽ അമ്മേനെ കെട്ടേണ്ടി വരും. ഈ ഉത്സവം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കെട്ടിക്കോളാം. സമ്മതിച്ചു.